Hello guys, welcome back to our YouTube channel Talking Guys. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ നമുക്ക് സ്നാക്സ് ഈവനിങ് സ്നാക്സ് ആയിട്ട് നമ്മളൊരു ബട്ടർ നാനാണ് ഉണ്ടാക്കുന്നത്. കുഴിമന്തിയും സോയാ സോസും കെച്ചപ്പൊക്കെ പിടിച്ച് മയോണൈസൊക്കെ ഇടുന്ന നല്ലൊരു ഡിഷാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നേരെ ഇതിലേക്ക്. അപ്പോൾ ഫസ്റ്റ് കുറച്ച് മൈദ എടുക്കുക, നിങ്ങളെ ആവശ്യത്തിന് എടുത്താൽ മതി. ഉപ്പ് കുറച്ച്, പിന്നെ മഞ്ഞൾപ്പൊടി, അതൊരു കളറ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ചെറിയ തോതിലൊരു ലേശം മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർക്കണം. പിന്നെ പഞ്ചസാര നിങ്ങളെ മധുരം ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. മധുരം അത്യാവശ്യം ഇഷ്ടമുള്ളവർ കുറച്ച് 3-4 സ്പൂണ് ചേർത്ത് എല്ലായിടും നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഞാൻ കുറച്ച് മുന്നേ അത് മിക്സ് ചെയ്ത് വെച്ചു, കാരണം അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ചുടുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കുറച്ച് മുന്നേ തന്നെ ഒരു 10-15 മിനിറ്റ് മുന്നേ ഞാനത് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെ കാണിക്കാൻ വേണ്ടി, ഇൻഗ്രീഡിയൻസ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമുക്കിനി ഒരു സാധനം കൂടി ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. തേങ്ങയാണ്. അപ്പോൾ അത് ചിരകാം. ആവണിയാണ് തേങ്ങ ചിരകുന്നത്. അവൾ തേങ്ങ ചിരകാൻ നല്ല എക്സ്പേർട്ടാണ്. അപ്പോൾ അവൾ ചിരകി തരുവാണ്. അങ്ങനെ തേങ്ങയെല്ലാം നന്നായി ചിരകി നമ്മൾ പാന് അടുപ്പത്തോട്ട് വെച്ചു. അതൊന്ന് ചൂടാവുമ്പോഴേക്ക് അതിലേക്ക് തേങ്ങ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. തേങ്ങ അതിലിട്ട് നന്നായി ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പാന് നന്നായി ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. നന്നായി ചൂടായതിന് ശേഷം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. നല്ല മിക്സ് ചെയ്തതിന് ശേഷം പാനിലോട്ട് ഒഴിക്കുക. ഒരു തിക്ക് പേസ്റ്റ് ആയിട്ടാണ് വേണ്ടത് കേട്ടോ. കുറച്ച് ഇതാക്കണം, ദോശനൊക്കെ ചുടുന്ന അതേ ഇതിൽ തന്നെ ആയിട്ടാണ് വേണ്ടത്. കുറച്ചായിട്ട് വെച്ച് നന്നായിട്ട് റൗണ്ട് ചെയ്യുക. തിന്നായിട്ട് നന്നായിട്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊണ്ടുവരണം കേട്ടോ. അത് കഴിഞ്ഞ് അതൊന്ന് നന്നാവുമ്പോൾ തിരിച്ചിട്ട് വീണ്ടും ഒന്നുണ്ടാക്കി അങ്ങനെ ചെയ്യാം. അപ്പം ഞാനത് ജസ്റ്റ് അവളിനെ കാണിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അവൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ചെയ്യുകയാണേ. ആനയും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ഞാൻ പച്ചക്കായ് വെച്ചിട്ടുണ്ട് അടുപ്പത്ത് പുഴുങ്ങാൻ വേണ്ടിയിട്ട്. അതും വെച്ച് ഞാൻ എൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ അവണി നല്ല രീതിയിൽ ഇത് ചുട്ടെടുക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം ചുട്ടുകൊണ്ട് നിൽക്കുമ്പോണ്ട് പുറത്ത് നല്ല മഴ പെയ്യുന്നു. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ, കാറ്റും മഴയും, നല്ല കാറ്റും മഴയും. അയ്യോ, നമ്മളൊക്കെ പേടിച്ചു പോകുന്ന രീതിയിലുള്ള ഇടിയുണ്ടായിരുന്നേ. അപ്പം കറണ്ടും പോയി ആ സമയത്ത്. എന്നാൽ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ചുടാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അനിക്ക് ഭയങ്കര ആഗ്രഹം ദോശ ചുടണമെന്ന്. അപ്പോൾ അവനൊന്ന് ചുടാൻ വേണ്ടിയിട്ട് നിൽക്കുവാണേ. ജസ്റ്റ് നന്നായി ചുടുന്നുണ്ട്. ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, പക്ഷെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവൻ. എല്ലാം നോക്കി അവനി ചെയ്യുന്ന കണ്ട് മനസ്സിലാക്കി വെച്ചിട്ട് അതുപോലെ ചെയ്യണേ. അങ്ങനെ അതെല്ലാം ഓരോന്നായി ചുട്ടെടുത്തു. അപ്പോൾ ആവണീൻ്റെ അച്ഛമ്മ വന്ന് പറഞ്ഞു, നല്ല മഴയുണ്ട് പുറത്ത്, ജനവാതിലൊക്കെ അടയ്ക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. പക്ഷേ അവർ രണ്ടുപേരും ഇടീൻ്റെ പേടി കൊണ്ട് അവിടുന്ന് പോയി. ബാക്കി ഞാൻ വന്ന് ചുട്ടു കൊടുത്തു. അങ്ങനെ ലാസ്റ്റ് ഇതിലൂടെ പാർന്നു. അനി വന്ന് വീണ്ടും പാരാൻ വേണ്ടി അവനെ ഓടി വന്ന് അവൻ തന്നെ ചുട്ട് എല്ലാം ആക്കി. അതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ മിക്സ് ചേർക്കണം. അപ്പം ഒരു വെറൈറ്റി ഡിഷാണ് കേട്ടോ ഇത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. അതൊന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് കമൻറ്റിൽ ഇടണേ എങ്ങനെ ഉണ്ടായിരുന്നുവെന്ന്. അങ്ങനെ നമ്മൾ കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു. മന്തി റൈസാണ്. മന്തി റൈസ് ഒരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസും മയോണൈസും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മയോണൈസ് നിങ്ങൾ ആവശ്യത്തിന് ചേർത്താൽ മതി കേട്ടോ. ചിലവർക്ക് ഇഷ്ടമില്ലാതിരിക്കുമല്ലോ അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതിന് നോക്കിയിട്ട് അതിൻ്റെ ഇതിൽ ടേസ്റ്റ് ആക്കി വീണ്ടും ഇത് ചുട്ട് വെച്ചതിൻ്റെ മുകളിൽ മയോണൈസ് ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഈ മിക്സ് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊണ്ടുവരാം. നല്ല രീതിയിൽ നല്ല ഒരു റൗണ്ട് ചെയ്ത് കൊണ്ടുവരാം. 2000 years later. അങ്ങനെ ഓരോന്നും അങ്ങനെ മടക്കി കൊണ്ട് വന്നു ചുട്ടെടുത്തു. അപ്പോൾ അനിക്ക് അതിൻ്റെ മുകളിൽ ടൊമാറ്റോ സോസ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തു. അവനിക്ക് ടൊമാറ്റോ സോസ് വേണ്ടാന്ന് പറഞ്ഞാൽ അവൾ എടുത്തിട്ടില്ല. അപ്പോൾ അവരെല്ലാം കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. സൂപ്പർ ടേസ്റ്റാണ്. അവൾ മയോണൈസ് കൂട്ടി കഴിച്ചു. അപ്പോൾ
അപ്പോൾ നീ ഇങ്ങനെ പറയുകയാണെന്ന് നല്ല ടേസ്റ്റ് ഉണ്ട്. അവന് അങ്ങനത്തെ ദോശയൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുത്തപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി. നന്നായിട്ട് കഴിക്കാൻ ഒന്നുണ്ടായിരുന്നു. ബൈ.